എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പാലക്കാട്ടെ വിറ്റമിൻ പാലസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് പാലക്കാട് സുൽത്താൻപേട്ട ജംഗ്ഷനിൽ നിന്ന് കോട്ട് റോഡിലൂടെ ഏതാണ്ട് 100 മീറ്റർ പോയാൽ ഇടത്തെ സൈഡിൽ നിങ്ങൾക്ക് വിറ്റമിൻ പാലസ് കാണാം. പാലക്കാടിലെ ഏറ്റവും റീസണബിൾ റേറ്റിലാണ് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് എല്ലാം നമുക്ക് അവിടെ കിട്ടുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റിയും വെറൈറ്റിയും ഉണ്ട് അവിടെ. അതുപോലെ തന്നെ വേറെ ഏത് ഷോപ്പിലും കാണാത്ത ഐറ്റംസും നമുക്ക് ഇവിടെ ചെന്നാൽ കാണാൻ പറ്റും. നമുക്ക് നോക്കാം എന്താ പറയണെന്നുള്ളത് കേട്ടോ. എന്റെ പേര് പറഞ്ഞത്? എന്റെ പേര് അബ്ദുൽ ഖാദർ. എത്ര കാലമായി ഷോപ്പ് തുടങ്ങി? ഇത് ഷോപ്പ് തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. പാലക്കാട് തുടങ്ങിട്ടോ? പാലക്കാട് തുടങ്ങിയിട്ട്. പാലക്കാടാണ് ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ വേറെ ബ്രാഞ്ചൊന്നും? ബ്രാഞ്ചസ് വേറെ നെയിംസിലാണ് ഉള്ളത്. പാലക്കാട് തന്നെ? പാലക്കാട് തന്നെ. നെറ്റ്സ് ആൻഡ് ബൈറ്റ്സ്, നെറ്റ്സ് ആൻഡ് ബൈറ്റ്സ്, ഓരോ കോഡുണ്ട്, നെന്മാറയുണ്ട്. എല്ലാം ഞങ്ങളെല്ലാവരും സെപ്പറേറ്റ് ഇതാണ്, മാനേജ്മെന്റുമായിട്ടുള്ള ഇതാണ്. ഈ ഷോപ്പിലെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന പ്രൊഡക്റ്റ് ഏതാണ്? ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് സ്ട്രോബെറി, മാംഗോ സ്ലൈസ് എല്ലാം ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്. ഇതെല്ലാം എവിടുന്നാ കൊണ്ടുവരുന്നത്? ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. എല്ലാം മലേഷ്യ, സിംഗപ്പൂർ, ഇറ്റലി ഉണ്ട്, അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. ചോക്ലേറ്റ് മാത്രം വേറെ? ചോക്ലേറ്റ് തുർക്കിന്ന് വരുന്നത്. തുർക്കിന്റെ സ്വിഷ് ഉണ്ട്, അങ്ങനെയുള്ള 3 ഇംഗ്ലീഷ് ചോക്ലേറ്റ്സ്. ലോക്കലായിട്ടുള്ള ഒരു സാധനമില്ല? ലോക്കലായിട്ടുള്ളത് നമ്മളുടെ ഇവിടെയുള്ള ബിസ്ക്കറ്റ്സുകളുണ്ട്, അത്രേ ഉള്ളൂ. ബിസ്ക്കറ്റ്സ്, കാൻഡി, അങ്ങനെയുള്ള ചെറിയ അതേ ഉള്ളൂ. മറ്റുള്ള എല്ലാം വരുന്നത് പുറത്തുനിന്നുള്ളതാണ്. കസ്റ്റമേഴ്സ് കൂടുതൽ ആവശ്യപ്പെടുന്നത് ഇമ്പോർട്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് കസ്റ്റമേഴ്സിന്റെ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ട് വെച്ചത്. പിന്നെ കുടിക്കാനുള്ള ഇതുണ്ടല്ലോ അല്ലെ, അതായത് ഇപ്പൊ നന്നായി സർവത്ത് എന്നൊക്കെ പറയണ പോലെ നമ്മൾ എന്തെങ്കിലും ഇട്ട് കലക്കണ സാധനങ്ങൾ ഉണ്ടാവും? കലക്കുന്ന സാധനങ്ങളുണ്ട്. അത് വന്നിട്ട് നമ്മളുടെ മനാമ മൊജിറ്റോ കലക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ വിംടോ എന്ന് പറഞ്ഞാൽ സ്കാഷാണ്, അതും പുറത്തുനിന്ന് വരുന്നതാണ്. അങ്ങനെയുള്ള പിന്നെ വേറെ ഉള്ള ഐറ്റംസ് പിന്നെ ബദാം, പിസ്ത, അങ്ങനെയുള്ള ഓരോ ഇതാണ്. പിന്നെ ടാങ്ക് പുറത്തുനിന്നുള്ളതുണ്ട്, ഇന്ത്യൻ്റെ ഉണ്ട്. ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഇതാണ്. പുറത്തെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു കയറി പിടിക്കും. ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലെ? ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. അത്യാവശ്യം ബ്യൂട്ടി പ്രൊഡക്ട്സും ഉണ്ട്. ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ട്, നമ്മുടെ പെർഫ്യൂംസ് ഉണ്ട്. ഷോപ്പിൽ കസ്റ്റമർ കയറി വന്ന പല സെഗ്മെന്റ്. അതെ, എന്താണ് ആവശ്യമുള്ളത് എടുത്ത് പോവാം. ബാസ്കറ്റിന്റെ ഇത് അല്ല, പിന്നെ ബർത്ത്ഡേ എന്താ പറയാ, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളുണ്ട്. മാരേജ് ഫംഗ്ഷൻ, എൻഗേജ്മെന്റ്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. കൊട്ട നിറച്ചു കൊടുക്കും. ചോക്ലേറ്റ്സ് ബൾക്ക് ഓർഡർ ആണെങ്കിൽ ചെയ്ത് കൊടുക്കും. നിങ്ങൾ എത്തിച്ചു കൊടുക്കും? ഡോർ ഡെലിവറി ഉണ്ട്. ഡോർ ഡെലിവറി പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ഹാഫ് ആൻ അവർ കൊണ്ട് സാധനം എത്തിച്ചു കൊടുക്കും. ശരി. ഇപ്പൊ ഈ ബർത്ത്ഡേ, കുട്ടികളുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ സാധനങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ? അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം? അല്ല, നമ്മള് സാധനങ്ങൾ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കും. ആണോ? ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കും. ശരി. അത് വലിയ നല്ലൊരു കാര്യമാണ്. ഡെക്കറേറ്റ് ചെയ്ത്, എക്സാമ്പിൾ ഇപ്പം ഇത് ഓൾറെഡി ഡെക്കറേറ്റ് ചെയ്ത് പാക്കഡ് ആണ്. ഇത് ഇതെല്ലാം കൂടെ പാക്കഡ് ആണ്. ഒരു കസ്റ്റമർ വന്നു, പെട്ടെന്ന് വേണമെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോയി കൊടുക്കാം. സെക്കൻഡ് വൺ ചോക്ലേറ്റ്സ് അവിടെ വിത്ത് ബാസ്കറ്റ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. വെറൈറ്റി ചോക്ലേറ്റ് ആയിരിക്കും. വെറൈറ്റി ചോക്ലേറ്റ്സ് ഇതെല്ലാം നിങ്ങൾ ഹാഫ് ടൈപ്പ്. ഇത് 1 kg, മറ്റേത് ½ kg. അങ്ങനെയാണ്. അങ്ങനെയുള്ള ഓരോ ഇതാണ്. kg കണക്കാണ്. kg കണക്കാണ്. നമ്മൾ എന്താണോ കസ്റ്റമർ പറയുന്നത് അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും.
അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് ഇന്ന ചോക്ലേറ്റ് മതി എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ കൊടുക്കും? അങ്ങനെ കൊടുക്കും. നമ്മൾ കസ്റ്റമറുടെ എന്താണോ അവർക്കനുസരിച്ചിട്ടുള്ളത് നമ്മൾ കൊടുക്കും. അവരുടെ താല്പര്യം നോക്കിയിട്ടാണ്. വില കുറഞ്ഞാണെങ്കിൽ വില കുറഞ്ഞത്, വില കൂടിയതാണെങ്കിൽ വില കൂടുതൽ. ഇപ്പൊ കിലോ 200 മുതൽക്കുണ്ട് ചോക്ലേറ്റ്സ്. പിന്നെ വേറൊരു ചോക്ലേറ്റ്സ് ഉണ്ട്, ഇതാണ് സ്റ്റോൺ ചോക്ലേറ്റ്. തുർക്കിയുടെ ആണത്. എന്ത് വില വരുന്നുണ്ട് കിലോനൊക്കെ? ഇത് പെർ കിലോ 400. ചോക്ലേറ്റ്സിന്റെ തന്നെ ഓട്സ് ബാർ, ഓട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ്. ഹെൽത്തിയാണ്. അതെ, ടേസ്റ്റി ഉള്ളതാണ്, വിലയും കുറവാണ്. അല്ല, ഓട്സ് ആവുമ്പോ ഹെൽത്തിയാണല്ലേ പറയാ? ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അതെ. മാഷ്മെല്ലോ കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പ്രിയപ്പെട്ട സാധനമാണ് മാഷ്മെല്ലോ. ഇതിൽ തന്നെ 5 ഫ്ലേവേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇത് വേറൊരു തായ്ലാൻഡാണ്. ഇവിടെ ഈ ഷോപ്പിൽ റെഗുലർ ആയിട്ടുള്ള എല്ലാ ഡേയും കസ്റ്റമേഴ്സ് ഉണ്ട്, അതോ വീക്കെൻഡ്സിലാണോ കൂടുതൽ? എങ്ങനെ? അല്ല, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഉണ്ട്. വീക്കെൻഡിലൊക്കെ ആകുമ്പോൾ കുറച്ച് പേര് തിരക്കുള്ളൂ. ശനി ഞായർ തിരക്കുള്ളൂ. അല്ല, മഷ്റൂം ഡേറ്റ്സ് മഷ്റൂം സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന ഇതാണ്. ഇത് സൗദിയിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ നോമ്പ് തുടങ്ങുമ്പോ ഇത് ഭയങ്കര പോപ്പുലർ ആണ്. ആൾക്കാർക്ക് വേണല്ലോ അല്ലേ? ഇത് സുഗായി എന്നാണ് ഇതിന്റെ പേര്. മബ്രൂം, ഇതിന്റെ പേര് മബ്രൂം. ഇങ്ങനെ പല പല തരത്തിലുള്ള സംഭവങ്ങളുണ്ട് അല്ലേ? അതെ, ഇതൊക്കെ പുതിയ. നമ്മള് ഡേറ്റ്സ് എന്നും പറയണത് ഇത് സൗദി ഡേറ്റ്സ് സഫാവി. ഇതൊക്കെ സീഡ്ലെസ് ആണ്. അല്ല, എല്ലാം വിത്ത് സീഡുള്ളതാണ്. നമ്മള് നോമ്പ് തുറക്കുമ്പോ കാരക്കാന്ന് പറഞ്ഞൊരു കാരക്കുണ്ട്. കാരക്ക അവിടെ ഇരിക്കുന്ന അതൊരു വെറൈറ്റി. അതൊരു വേറൊരു വെറൈറ്റി. അത് ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇത് മെയിൻ ഇതായിട്ടുള്ള അജ്വ, ഡേറ്റ്സിന്റെയും അജ്വ. ഇത് നമുക്ക് മെഡിസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഈ ഓമത്തിന്റെ ആയിരിക്കും അല്ലേ? ഓമത്തിന്റെ അല്ല, ഇത് നല്ല പവർഫുൾ ഇതാണ്. ഓയില് അങ്ങനെ ഒലീവ്സിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. ദ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, അങ്ങനെ ഏത് തരത്തിൽ വേണോ അതെല്ലാം അവിടെ ഉണ്ട്. ഇത് കുടിക്കാനുള്ള സംഭവങ്ങളാണ്. പപ്പായ, കോക്കനട്ടിൻ്റെ. ഇത് വേറൊരു തരം ഡ്രൈ ഫ്രൂട്ട്സാണ് കേട്ടോ. ചോക്ലേറ്റ്സ്, ഇഷ്ടംമാതിരി ചോക്ലേറ്റ്സ് ഉണ്ട്. എന്താ പറയുക, നമുക്കിങ്ങനെ കാണുമ്പോൾ അങ്ങനെ കണ്ണിങ്ങനെ മങ്ങിപ്പോകുന്ന തരത്തിലുള്ള ചോക്ലേറ്റ്സാണ് ഞങ്ങൾ പല കളറിലും അവിടെ കണ്ടത്. അത് കാഴ്ചയിൽ തന്നെ ലേശം വ്യത്യാസമാണ്. ഇത് കണ്ടോ, ഇതെല്ലാം ഡേറ്റ്സിൻ്റെ ബോക്സുകൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. നോമ്പ് തുടങ്ങിയില്ലേ, നോമ്പ് തുടങ്ങാൻ പോവുമല്ലേ, അപ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതുപോലെ ബാസ്ക്കറ്റുകൾ, നല്ല നല്ല ബാസ്ക്കറ്റുകളുണ്ട്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്കോ കുട്ടികളുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വേറെ വല്ല ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ നമ്മൾ ഇതുപോലെ ഒരു ബാസ്ക്കറ്റിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നമുക്കത് പാക്ക് ചെയ്ത് തരും കേട്ടോ. നമുക്കത് അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ മതി. ഇത് കണ്ടോ, ബോട്ടിലൊക്കെ ഇരിക്കുന്നത്, ഇതൊക്കെ കാണാൻ എന്ത് ചന്തല്ലേ. ഇത് ശരിക്കും നമ്മൾ ഓട്സ് കഴിക്കണ പോലെ കഴിക്കാൻ. ഓട്സ് തന്നെയാണ്. ഈ ബിംടോ എന്നൊക്കെ എഴുതിയത് നമ്മുടെ ജ്യൂസ് മാതിരിയുള്ള മെയിൻ സാധനമാണ്. മുടി വളരാൻ ഏറ്റവും നല്ല സാധനമാണ്. മുടി കൊഴിച്ചല് ഇതെല്ലാം. അതുമാതിരി വാൾനട്ട് ഓയിൽ, വാൾനട്ടിൽ നമ്മൾ തൈറോയിഡിന്റെ അതിനുപയോഗിക്കാം. ഓണിയന്റെ ഒരു മണം ഉണ്ടാവും. ചെറിയ സ്മെല്ല്, അത്ര സ്മെല്ല് ഉണ്ടാവില്ല. ഇത് ബ്ലൂബെറി, ഇത് സീഡിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ബ്ലൂബെറിന്ന് സീഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. ഷുഗർ ഉള്ളതാണ്. ഇത് ബ്ലാക്ക്ബെറിയുടെ ജാം പോലെയുള്ളതാണ് അല്ലേ? അതെ, ജാമിന്റെ മാതിരിയുള്ളതാണ്. നമ്മൾ ബ്രെഡിന്റെ കൂടെ കഴിക്കാനുള്ളത് ഉപയോഗിക്കാം, കേക്കിന് ഉപയോഗിക്കാം. അതിന് ജാം നല്ല പേര്. അതിന്റെ പേര് വന്നിട്ട് മർമാഡ എന്നാണ് പേര്.
സാധാരണ നമ്മള് ജാമാണല്ലോ ഐ എം സൂപ്പർ മറ്റേ മൂന്നും കൂടെ ആക്കിയിട്ടുള്ളതാണ് ബിലാന്ന് പറഞ്ഞൊരു ഇത് വരുന്നുണ്ട്. ആപ്പിൾ സൈഡ് വിനീഗർ. ആപ്പിൾ വിനാഗർ അകത്തേക്കുള്ളതാണ്. ആ ഓർഗാനിക് ഇതുണ്ടല്ലോ പുറത്തുനിന്നുള്ള ഒരു മയോണീസാണ്. എന്തിന്റെ ജാമ? റാസ്ബെറിയുടെ. നമ്മുടെ ബ്രെഡിന്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. ഡയബറ്റിക്സിനും കൂടുതലൊക്കെ കൊണ്ടുപോകും. ലക്ഷദ്വീപ് നിന്നാണോ? അല്ല, അത് വന്നിട്ട് തായ്ലാൻഡാ. സോറി, സാൾട്ട്, പിങ്ക് സാൾട്ട്. 2 പീനട്സും ഉണ്ട്. പീനട്ടുണ്ട്. ആ ഇതുണ്ട്. കഴിക്കാറുണ്ട്. ഇത് മെഡിസിനാണ് പറഞ്ഞത്. ആൽമണ്ട് ഓയിൽ, ബ്ലാക്ക് സീഡ്സ്, പിന്നെ കുറേ ഓയിലാണ് കേട്ടോ. ബ്ലാക്ക് സീഡ്സ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഒണിയൻ ഓയിൽ. ഒണിയൻ ഓയിലൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. മുടി കൊഴിച്ചിലിന്, മുടി വളരാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ എന്താ, മീനെണ്ണ ഗുളിക, അതും നല്ല സൂപ്പറാണ് ഇവിടുത്തെ. പിന്നെ ഒലീവ്സിനെ പറ്റി നമ്മൾ കുറച്ച് പറഞ്ഞല്ലോ അല്ലേ. പിന്നെ ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ്, അങ്ങനെയുള്ള കുറേ സീഡ്സുകളുണ്ട്. അത് നമുക്ക് വളരെ ഹെൽത്തിയാണ്. അതുമാത്രമല്ല, അത് ഒന്നെങ്കിൽ തലേ ദിവസം സോക്ക് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചിട്ടും നമുക്ക് കഴിക്കാം. എന്തായാലും സംഭവം ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഷോപ്പിലൊന്ന് കയറി നോക്കൂ, നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അവരുടെ കസ്റ്റമേഴ്സിനോടുള്ള ആ പെരുമാറ്റമാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ കേക്കിന് വേണ്ട കാര്യങ്ങൾ, ചോക്ലേറ്റ്സിന് വേണ്ട കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് പല സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. ഇപ്പോൾ ഇതാ നോമ്പ് വരാറായി. നോമ്പിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതിനുവേണ്ടി പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ആ ഷോപ്പിലേക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണൂ കേട്ടോ. നമ്മൾ അതിൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ നമ്മളിവിടെ കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.